വി.ബി.ജി. റാംജി അടുത്ത പരീക്ഷകളിൽ കാണാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. വി.ബി.ജി. റാംജി ആക്ട് 2026 ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വന്നു. 2026 ജൂലൈ 1 മുതൽ. എന്താണ് വി.ബി.ജി. റാംജിയുടെ ഫുൾ ഫോം? വികസിത് ഭാരത് ഗ്വാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. ഇത് നോക്കി വെച്ചോളൂ, മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഇതിന്റെ ഫുൾ ഫോം? വികസിത് ഭാരത് ഗ്വാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. എന്താണ് വി.ബി.ജി. റാംജി എന്ന് പറയുന്നത്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ട് നിലവിൽ വന്ന പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഒരു സാമ്പത്തിക വർഷം ഗ്യാരണ്ടി നൽകുന്ന തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? 125 ദിനങ്ങൾ. ഈ പദ്ധതി പ്രകാരം ഒരു സാമ്പത്തിക വർഷം ഗ്യാരണ്ടി നൽകുന്ന തൊഴിൽ ദിനങ്ങൾ എന്ന് പറയുന്നത് 125 ദിനങ്ങളാണ്. അതുപോലെ ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്നത് എവിടെയാണ്? ഹരിയാനയിലാണ്. ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്ന സ്റ്റേറ്റ് ഹരിയാനയാണ്. 409 രൂപ. തൊട്ടു പിന്നിൽ ഗോവ 406 രൂപ, കേരളം 401 രൂപ. പുതിയ വേതന നിരക്ക് പ്രാബല്യത്തിൽ വന്നതോടെ ദേശീയ ശരാശരി വേതനം 298.8 രൂപയിൽ നിന്ന് 10% വർദ്ധിച്ച് 327.4 രൂപയായി മാറിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്നത് എവിടെയാണ്? ഹരിയാനയിലാണ്. 409 രൂപ. കേരളത്തിൽ എത്രയാണ്? 401 രൂപ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർട്ടിക്കിൾ 41 തൊഴിൽ ചെയ്യാനുള്ള അവകാശം, റൈറ്റ് ടു വർക്ക് ആണ് തൊഴിലുറപ്പ് നിയമങ്ങൾക്ക് ഭരണഘടനാപരമായ അടിസ്ഥാനം നൽകുന്നത്. അപ്പൊ തൊഴിലുറപ്പ് നിയമങ്ങൾക്ക് ഭരണഘടനാപരമായ അടിസ്ഥാനം നൽകുന്നത് ആർട്ടിക്കിൾ 41 പ്രകാരമാണ്. ആർട്ടിക്കിൾ 43 തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം, ലിവിംഗ് വേജ് ഉറപ്പാക്കുന്നതിനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ഇനി വിവിധ സംസ്ഥാനങ്ങളിലെ ദിവസ വേതന നിരക്കൊന്ന് നോക്കാം. സിക്കിമിൽ 450 ആണ്. സിക്കിമിൽ 450 ആണ്. എന്നാൽ ഹിമാചൽ പ്രദേശിലെ സാധാരണ പ്രദേശങ്ങൾ, അതുപോലെ സിക്കിമിലെ സാധാരണ പ്രദേശങ്ങളിലൊക്കെ 300 രൂപയാണ്. ഉയർന്ന പ്രദേശങ്ങളിലാണ് 450 രൂപ കിട്ടുന്നത്. ഒരു സംസ്ഥാനം മുഴുവനായിട്ട് പരിഗണിക്കുമ്പോൾ ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്നത് ഹരിയാനയിലാണ്. 409 രൂപയാണ്. കേരളത്തിൽ 401 രൂപ, കർണാടക 382, ഹിമാചൽ പ്രദേശ് 375, പഞ്ചാബ് 360, മഹാരാഷ്ട്ര 317, ആന്ധ്രാപ്രദേശ് 312. അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ജമ്മു കാശ്മീർ, ലഡാക്ക്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ഒഡീഷ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 300 രൂപയുമാണ് വേതനം വരുന്നത്. ഇത്രയൊന്ന് നോക്കി വെക്കുക.